തിരികെ ചർച്ചയിലേക്ക് ശ്രീ പത്മനാഭൻ, ഇവിടെ ഇടതുപക്ഷത്തിന് ഗവർണറോടുള്ള സമീപനം ലാഘവത്തോടുകൂടി 3 കാര്യങ്ങളിൽ ഊന്നിയാണ് അവർ പറയുന്നത്. ഒന്ന്, ഇത് മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട്, കേരളത്തിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും സർക്കാർ ഗവർണർ പോര് ഉണ്ട്. 2, ഈ ഭരണഘടനാപരമായി കീഴ്വഴക്കങ്ങൾ ഗവർണർ പാലിക്കുന്നതാണ് ഉത്തമം. ഇനി അഥവാ പാലിച്ചില്ലെങ്കിൽ പോലും തങ്ങൾക്ക് പ്രശ്നമില്ല, ഒപ്പിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, ഞങ്ങൾ ഞങ്ങളുടെ നിലപാടും ഭരണവുമായി മുന്നോട്ട് പോകും. അതുമാത്രമല്ല, ഈ ഗവർണർ പദവി തന്നെ വേണമോ വേണ്ടയോ എന്നുള്ളത് ഇപ്പോഴും ചർച്ചയിലാണ്. അതുകൊണ്ട് തങ്ങൾക്ക് അതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. ഈ 3 കാര്യങ്ങളിലൂന്നിയാണ് അവർ ഇപ്പോഴും ഗവർണറെ ആക്രമിക്കുന്നത്. അതില് ഇപ്പൊ ഗവർണർ പദവി വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യം, ഇതൊക്കെ നമ്മളൊരു 70-75 കൊല്ലമായി സ്വാതന്ത്ര്യം കിട്ടി. നമ്മുടെ റിപ്പബ്ലിക് ദിനം ആണ് ഇന്ന്. അപ്പൊ നമ്മൾ ഏതാണ്ട് 950 റിപ്പബ്ലിക്കായി, ഇന്ന് 24ആയി. അപ്പൊ 75ാം റിപ്പബ്ലിക് ദിനമാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. ഈ ഗവർണർ വേണോ വേണ്ടയോ എന്നൊക്കെ ഒരു 3 സീറ്റുള്ള CPM പറയും പോലെ നടക്കുവോ? ഞാൻ പ്രായോഗികമായി ചോദിക്കുക. പാർലമെന്റിൽ 3 സീറ്റുള്ള CPM അങ്ങനെ പറഞ്ഞാൽ നടക്കുവോ? ഇവിടെ 405 സീറ്റുള്ള കോൺഗ്രസ് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു കാലത്ത് 405 സീറ്റ് ഉണ്ടായവരാ. 303 സീറ്റ് അന്ന് BJPക്കുണ്ട്. BJP പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ടിൽ ഗവർണർ പദവി അബോളിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റിയും ഗവർണറുടെ റോളിനെ പറ്റിയും പഠിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി നിയമിച്ച സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് പോലും ഗവർണർ പദവി അബോളിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയോ ഭരണപക്ഷമോ പറയാത്തൊരു കാര്യം ഇവര് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഇവര് പണ്ട് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, അന്ന് ഇവർ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇപ്പോഴാണ് അവർക്ക് അതൊക്കെ തോന്നി തുടങ്ങിയത്. അതവിടെ വിട്ടേക്ക്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. നേരത്തെ സ്പീക്ക് അബൌട്ട് ഓർ ടോക്ക് അബൌട്ട് പ്രാക്ടിക്കൽ തിങ്സ്. ഇനി 2, ഇവർ പറയുന്നത് ഭരണഘടനാപരമായ എന്താ പറയാ, ഞങ്ങളുടെ ഗവർണർ അത് പ്രകാരം പ്രവർത്തിച്ചാലും ഇല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞാൻ 1-2 കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇപ്പോ ഇവരിവിടെ പറഞ്ഞു പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചു, കേന്ദ്ര സർക്കാർ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചു. അങ്ങനെ കുറയാനുള്ള സാഹചര്യം എന്താ സാഹചര്യം? 1971 സെൻസസ് പ്രകാരമായിരുന്നു ഇവിടെ പദ്ധതി വിഹിതം നിശ്ചയിച്ചത്. അതിന് യുക്തിയുണ്ടോ? 2023 നമ്മൾ 971 സെൻസസ് പ്രകാരം പദ്ധതി വിഹിതം അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസ് ഓഹരി വെക്കുന്നത്, അത് ഡിവൈഡ് ചെയ്യുന്നത്, അത് ശരിയുണ്ടോ? ഇപ്പോൾ 2011 സെൻസസ് പ്രകാരമാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഇപ്പോ ഈ കഴിഞ്ഞ കോവിഡ് കാരണമാണ് 21 സെൻസസ് നടക്കാണ്ട് പോയത്. നടന്നിരുന്നെങ്കിൽ 16ാം ധനകാര്യ കമ്മീഷൻ ഒരുപക്ഷെ ആ സെൻസസ് എടുക്കുമായിരുന്നു. അപ്പൊ 3.88 ആയിരുന്നു കേരളത്തിന്റെ പെർസെന്റേജ്. 1971 സെൻസസ് പ്രകാരം. ഇപ്പൊ അത് 1.92 ആയി കുറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കേരളം ഉൾപ്പെടെയുള്ള കുറെ സംസ്ഥാനങ്ങൾ നമ്മുടെ ജനസംഖ്യാ നിയന്ത്രണം ശക്തമായി നടപ്പിലാക്കിയപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളും അതിൽ പരാജയപ്പെട്ടപ്പോൾ അവിടെ ജനസംഖ്യാ ശതമാനം കൂടുകയും നമ്മുടെ ശതമാനം കുറയുകയും ചെയ്തു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതിന് ആ കേരളത്തെ പീനലൈസ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ എണ്ണം കൂടുതലുള്ളവർക്കല്ലേ നമ്മൾ റിസോഴ്സസ് കൊടുക്കേണ്ടത്. നമ്മുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട്. ആ ഗുണം നമ്മൾ അനുഭവിക്കുന്നതോടൊപ്പം നമ്മൾ ഇങ്ങനത്തെ ചില വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും. അത് ആരും ഉത്തരവാദിയല്ല, അതിന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിയല്ല. പിന്നെ ഇവിടെ പറഞ്ഞു, അതായത് GST കോമ്പൻസേഷന്റെ കാര്യം. GST കോമ്പൻസേഷൻ ഏകകണ്ഠമായി കേന്ദ്രം തീരുമാനിച്ചാണോ? അല്ലല്ലോ. GST കൗൺസിലിൽ ഐകകണ്ഠേന തീരുമാനിച്ച ഒരു വിഷയമല്ലേ. അതായത് 2017 ജൂലൈ 1 ആരംഭിച്ച GST സംവിധാനം, ആ സംവിധാന പ്രകാരം സംസ്ഥാനങ്ങൾക്കുണ്ടായ നികുതി നഷ്ടം അത് 2022 ജൂൺ മാസം 31-ാം തീയതി വരെ അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കുന്നതായിരിക്കും. അത് ഐകകണ്ഠേന തീരുമാനിച്ച വിഷയമല്ലേ. ഈ നിമിഷം വരെ GST കൗൺസിലിൽ ഒരു ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. അപ്പോഴല്ലേ ഇപ്പൊ പറഞ്ഞല്ലോ, നിർമ്മല സീതാരാമൻ കൃത്യമായ മറുപടി കൊടുത്തിട്ടില്ല. ആരാ പറഞ്ഞത്?
എന്താ NK പ്രേമചന്ദ്രന്റെ ചോദ്യം? NK പ്രേമചന്ദ്രന്റെ ചോദ്യം 4500 കോടിയിലധികം രൂപ കേരളത്തിന് GST നഷ്ടപരിഹാര ഇനത്തിൽ കിട്ടാനുണ്ട് എന്ന് പറയുന്നു. അത് ശരിയാണോ? ഉത്തരം നിർമ്മല സീതാരാമന്റെ അത്ര വലിയ തുക കൊടുക്കാനില്ല. 657 കോടി രൂപയാണ് GST നഷ്ടപരിഹാര ഇനത്തിൽ കൊടുക്കാനുള്ളത്. അത് ഓഡിറ്റ് റിപ്പോർട്ടുകൾ തന്നു കഴിഞ്ഞാൽ ഉടനെ കൊടുക്കുന്നതായിരിക്കും. ആ ചോദ്യത്തിൽ ശ്രീ പത്മനാഭൻ, താങ്കളുടെ ഓഡിയോ കേൾക്കുന്നില്ല, മ്യൂട്ടായി എന്ന് തോന്നുന്നു. പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ആ ഉത്തരം അവിടെ വാലിഡായി നിലനിൽക്കുകയാണ്. പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൽ ക്ഷീണം സംഭവിച്ചു, അതായത് കുറവ് സംഭവിച്ചു എന്ന് ആരാ പറഞ്ഞത്? 14 സംസ്ഥാനങ്ങൾക്കാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൊടുത്തത്. ആ 14 സംസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനം കേരളത്തിനാണ്. 42 ലോക്സഭാ സീറ്റുള്ള, കേരളത്തിന്റെ ഇരട്ടിയിലധികം വലിപ്പമുള്ള ജനസംഖ്യയുള്ള ബംഗാൾ 8 കോടി 9 കോടി അവിടുത്തെ ജനസംഖ്യ, അവർക്ക് കിട്ടിയതിനേക്കാൾ കുറഞ്ഞ് 2ാം സ്ഥാനത്ത് കേരളം നിൽക്കുകയാണ്. 25 ലോക്സഭാ സീറ്റുള്ള, നമ്മളെക്കാൾ ജനസംഖ്യയുള്ള ആന്ധ്രാപ്രദേശാണ് 3ാം സ്ഥാനത്ത്. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളം. 7600 കോടിയാണ് ലാസ്റ്റ് ഗഡു. 7900 അന്ന് ബംഗാളിൻ്റെത്. നമുക്ക് 7600 ഇത് നമ്മളെ ഇരട്ടി വലിപ്പമുള്ള സംസ്ഥാന ബംഗാള്. അപ്പോ ഇത്തരത്തിൽ ഒരു വിവേചനവും മനഃപൂർവ്വം അല്ലെങ്കിൽ ദുരുദ്ദേശപരമായി ചെയ്തിട്ടില്ല. എല്ലാം നിയമപ്രകാരമാണ് ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ ചെയ്ത ഒരു സംസ്ഥാനത്തെ കേന്ദ്രം അവഗണിച്ചു എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, UGCന്റെ കാര്യത്തിൽ. ഇപ്പൊ UGCന്റെ കാര്യത്തിൽ ഗുജറാത്തിൽ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഒക്കെ ശരിയാണ്. പക്ഷേ അവസാനമായി സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആണെങ്കിൽ കൂടി. എന്താണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ? പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിന് അനുസൃതമായി സെക്രട്ടറിമാരുണ്ടാക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ചട്ടങ്ങളും കൽപ്പനകളും, ഈവൺ ഇഫ് ഇറ്റ് ഈസ് സബോർഡിനേറ്റ് രജിസ്ട്രേഷൻ ഇൻ കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ സംസ്ഥാനം പാസ്സാക്കുന്ന നിയമത്തെക്കാൾ പ്രാധാന്യം കിട്ടുക, അതിന്റെ മുകളിൽ നിൽക്കുക ഈ സബോർഡിനേറ്റ് രജിസ്ട്രേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പാർലമെന്റ് പാസ്സാക്കിയ നിയമം മാത്രമല്ല, അതിനനുസൃതമായി കേന്ദ്ര സർക്കാരിന്റെ സെക്രട്ടറിമാർ തയ്യാറാക്കിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരെ അതിനായിരിക്കും ഇത് ഈ സംസ്ഥാന സർക്കാർ പാസ്സാക്കിയ നിയമത്തെക്കാൾ പ്രാധാന്യം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനി ഈ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഒരു തർക്കത്തിന് സ്കോപ്പില്ല. അവിടെ അവര് പറയുന്നതാണ് ശരി, ഇവര് പറയുന്നതും അവര് പറയുന്ന തർക്കം വന്നാൽ അവര് പറയുന്നത് നിലനിൽക്കും. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ അംഗീകരിക്കണം. ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതെ, താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ എൻ്റെ സർക്കാർ എന്നുള്ള ഭാഗം പരിപൂർണമായി ഒഴിവാക്കി അവസാന ഖണ്ഡിക മാത്രം വായിച്ച് 1 മിനിറ്റ് 24 സെക്കൻഡിൽ ഒതുങ്ങുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാക്കി മാറ്റി. അതിൽ കേന്ദ്രത്തെ പഴി പറയുന്നുണ്ട്, കേരളത്തിന്റെ നേട്ടങ്ങൾ പുകഴ്ത്തുന്നുണ്ട്. ഇന്ന് റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ അദ്ദേഹം ഭാരതത്തിന്റെ നേട്ടങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം കേരളത്തിന്റെ വീഴ്ചകൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 2 അധികാരമോഹം ഭരണനിർവഹണത്തെ ബാധിക്കുന്നു, 3 വിമർശിക്കുന്നവരെ പൊതുനിരത്തുകളിൽ, അദ്ദേഹം പൊതുനിരത്തെന്ന് പറഞ്ഞില്ല, വിമർശിക്കുന്നവരെ ആക്രമിക്കുന്ന പ്രവണത, ആക്രമിക്കുന്ന സ്വഭാവം വച്ചു പുലർത്തുന്ന രീതി, ഇത് 3ഉം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. കൃത്യമായി തന്നെ എന്താണ് നിലപാട് എന്നുള്ളത് ഗവർണർ വ്യക്തമാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇരു രാഷ്ട്രീയ പാർട്ടികളാണ് എന്ന് പറഞ്ഞാൽ പോലും ന്യായീകരിക്കത്തക്കതായിട്ടുള്ളത് ആണ് ഗവർണറുടെ ഭാഗം എന്ന് പറയാൻ കഴിയുമോ? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഗവർണർ എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് ആൾക്കാർക്കുള്ള ഒരു വൈമുഖ്യത്തിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ പേരിലൊക്കെ തന്നെ ഇദ്ദേഹത്തിനെ ആക്രമിക്കുകയാണ്. അത് രാഷ്ട്രീയമായിട്ട് ആക്രമിക്കുന്നു, വളരെ മോശമായിട്ട് വ്യക്തിപരമായിട്ട് ആൾക്കാർ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പലപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണമായിട്ടാണ് ഈ പറയുന്നത് ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ ഏജന്റിനെ പോലെ പെരുമാറുന്നു എന്നൊക്കെ. അപ്പൊ അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും നയങ്ങളെ, നടപടികളെ, പ്രധാനമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞ് ഒക്കെ തന്നെ പ്രകീർത്തിച്ചു കഴിഞ്ഞാൽ അത് കണ്ടില്ലേ, അദ്ദേഹം ഇതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഏജന്റ് മാത്രമാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്നു. നമ്മൾ ഈ ഭരണഘടനാ അസംബ്ലിയുടെ തത്വങ്ങൾ, അന്നത്തെ ഡിബേറ്റുകൾ, എന്തുകൊണ്ടാണ് ഗവർണർ എന്നുള്ള ഒരു പദവി ഉണ്ടായത്, ഗവർണറുടെ ധർമ്മം എന്താണ്, എന്തുകൊണ്ടാണ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒന്ന് പരിശോധിക്കണം. അപ്പോൾ ഇന്ന് പറയുന്നത് ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ ഏജന്റ് ആണ് എന്ന് പറയുമ്പോൾ അന്നുണ്ടായിരുന്ന ചർച്ചകളിൽ ഉണ്ടായിരുന്ന ഒരു എസൻസ് എന്ന് പറഞ്ഞാൽ ഗവർണർ ഈസ് നോട്ട് മിയർലി എൻ ഏജന്റ്, ഹി ഈസ് എൻ ഏജൻസി ഓഫ് ദ സെന്റർ ഇൻ സ്റ്റേറ്റ്സ് എന്നാണ്.
അതായത് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി ആയിട്ട് ഗവർണർ പ്രവർത്തിക്കണം എന്ന രീതിയിൽ തന്നെയാണ് ആ പൊസിഷനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതല്ലാതെ സർക്കാർ പാസ്സാക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വെറുതെ ഒപ്പിടുക എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതലയെങ്കിൽ എന്തിനാണ് ഈ ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഗവർണർ പദവി എങ്ങനെയായിരിക്കണം എന്ന് വിഭാവനം ചെയ്യുന്നത്, ഇത്രത്തോളം ഇരുന്ന് ആലോചനകൾ നടത്തുന്നത്, അദ്ദേഹത്തിന്റെ ചുമതലകൾ എന്താണെന്ന് പരിശോധിക്കുന്നത്, അദ്ദേഹത്തിന് എന്തൊക്കെ ഡിസ്ക്രിഷണറി പവർ ഉണ്ടായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ പിന്നീട് എന്തിനാണ് നമ്മൾ ഈ പറയുന്ന നെഹ്റുവിനെ പോലെയുള്ള അംബേദ്കറെ പോലെയുള്ള ആൾക്കാരൊക്കെ തന്നെ പിന്നീട് ചിന്തിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇനി രണ്ട്, ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്നത്. ഈ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാർ തന്നെ ഭരണഘടനാ അസംബ്ലി തയ്യാറാക്കിയിരിക്കുന്ന ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഗവർണർ എന്ന് പറയുന്ന പദവി തന്നെ ഇല്ലാതെയാക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ തന്നെ എടുത്തു കളയണം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയിൽ തന്നെയുള്ള ആൾക്കാരുടെ മതവിശ്വാസ സ്വാതന്ത്ര്യങ്ങളെ മാനിക്കാത്ത ആൾക്കാർ പിന്നീട് എന്തിന്റെ പേരിലാണ് ഈ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങളെ മെറിറ്റിന്റെ പേരിൽ നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്താൽ അത് മനസ്സിലാക്കാം. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണ്, ഇവിടുത്തെ സാഹചര്യം എന്താണ്, ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സാഹചര്യം എന്താണ്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അത് അർഹിക്കുന്നുണ്ടോ, ന്യായമായ രീതിയിലുള്ള പ്രതിഷേധം നടത്താനുള്ള അവകാശം ആൾക്കാർക്കില്ലേ, ഈ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വേണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മെറിറ്റ് ഉപയോഗിച്ച് അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ. ഇവിടെ ആ രീതിയിൽ പറയാനായിട്ട് ആരെങ്കിലും തയ്യാറുണ്ടോ? ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി ഒരു തുറന്ന ചർച്ച നടത്താനായിട്ട് ഇടതുപക്ഷത്തു നിന്ന് ആരാണ് തയ്യാറാകുന്നത്? അതിപ്പോ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് പോകുന്നു, ഇവിടെ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി മാത്രമല്ല പറയുന്നത്. നേരെ മറിച്ച് ഇവിടെയുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരവസ്ഥ ഇവിടെ ഉണ്ടോ? അതിനാരാണ് ഉത്തരവാദി? എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കടുംപിടുത്തം ഉണ്ടാകുന്നത്? ഞാൻ നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിവിടെ കാണുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. കലിംഗ സർവകലാശാലയിൽ നിന്ന് ഫേക്ക് ഡിഗ്രി എടുത്തുകൊണ്ട് വന്നിട്ട് അഡ്മിഷൻ നേടുന്ന ആൾക്കാരെയൊക്കെ തന്നെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലൊരു ചെക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം എവിടെയാണ്? ആ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇതിലുള്ള എല്ലാവിധ പുഴുക്കുത്തുകളും ആ രീതിയിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെല്ലാം ഒരു ഭാഗത്തിരിക്കുന്ന സമയത്ത് അവരുടെ ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് ഒരു വൈസ് ചാൻസലർ അവിടെ വരണം എന്ന് അവർക്ക് താല്പര്യമുണ്ട്. ഈ വൈസ് ചാൻസലറെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമിതിയുടെ ഘടന അത് ഏത് രീതിയിലത്തേക്കായിരിക്കണം, എത്ര നോമിനേഷൻസ് കൊടുക്കണം, എങ്ങനെയാണ് അത് തീരുമാനിക്കപ്പെടേണ്ടത്, പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ സർക്കാരിന് മെജോറിറ്റി കിട്ടുന്ന രീതിയിൽ സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനം എന്താണോ അതിന് ഗവർണറോ UGC ഒക്കെ എന്ത് തീരുമാനമെടുത്താലും അതിന് മുകളിലേക്ക് ഒരു സ്ഥാനം കിട്ടുന്ന രീതിയിലത്തേക്ക് ഈ നിയമങ്ങളെ മാറ്റി എഴുതുകയാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്ത് വിഷയമാണ്, ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്? ഇവിടെ ഏതെങ്കിലും ഒരു വിദേശ സർവകലാശാലയുമായിട്ട് സഹകരിച്ച് കോഴ്സുകൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടോ, വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു കോഴ്സിൽ അവരെ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടോ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പുതിയ കോഴ്സുകൾ നൽകുന്നതിന്റെ പേരിലോ ഒന്നുമല്ല. ഇവിടെയുള്ള അടിപിടി കടിപിടി എന്ന് പറയുന്നത് എല്ലാം തന്നെ ആരാണ് VC, ഞാൻ പറയുന്ന ആൾ VC ആകണോ, നീ പറയുന്ന ആൾ VC ആകണോ, ഈ VC ഒപ്പിടുന്നത് ഞാൻ പറയുന്ന ആളിനെ അസിസ്റ്റന്റ് പ്രൊഫസർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണോ, അല്ലാത്ത ആളിനെ അസോസിയേറ്റ് പ്രൊഫസർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണോ? ഇതാണ് പ്രശ്നം. ഇതിൽ പലപ്പോഴും ഈ നമ്മൾ പറയുന്നത് പോലെ ഒരാളിന് വേണ്ടിയിട്ട് നമ്മളൊരു പരീക്ഷ നടത്തുന്നു, ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒന്നാമത് വരുന്ന ആള് ലിസ്റ്റ് ശീർഷാസനം ചെയ്തതിന് ശേഷം മറ്റുള്ള ആളിനെ തെരഞ്ഞെടുക്കുന്നു, അതിനെ ന്യായീകരിക്കുന്ന VC, ഇവരെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പല സർവകലാശാലകളിലും അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഒന്നാമത് വരുന്ന ആളിന് പരിഗണനയില്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട്. ആ ഒന്നാമതിരിക്കുന്ന ആളിനെ മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്കാണ് പ്രിഫറൻസ്. ഞാൻ അല്ലാതെ ഇത് പ്രാക്ടിക്കലായിട്ട് കണ്ടിട്ടുള്ളത് നമ്മൾ ബ്രെഡ് വാങ്ങുന്ന സമയത്താണ്. ബ്രെഡ് വാങ്ങുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അത് തുറന്നു കഴിയുമ്പോഴത്തേക്ക് ആദ്യം ഇരിക്കുന്നത് പലർക്കും വേണ്ട, അതിനെ എടുത്ത് മാറ്റിയതിന് ശേഷം അകത്തുള്ള ബ്രെഡ് എടുത്ത് കഴിക്കും എന്ന് പറയുന്നത് പോലെ ഈ ലിസ്റ്റിൽ ഒന്നാമത് വരുന്ന ആളിനെ അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ആൾക്കാർക്ക് പരിഗണന കൊടുക്കുന്ന കാര്യമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം കേവലം ഒരു ബ്രെഡ് പാക്കറ്റ് പൊളിക്കുന്ന രീതിയിലത്തേക്കുള്ള ലാഘവ ബുദ്ധിയോടുകൂടി കാണുന്ന ആൾക്കാർ, ആ വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മളിവിടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മറ്റ് ഗുണപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യുന്നില്ല. കേരളത്തിന്റെ പൊതുരംഗത്തെ ക്രമസമാധാനം, ആ ക്രമസമാധാനം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് എന്താണ് ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും കാണുന്നതാണ് DYFIക്കാരില്ലാത്ത സ്ഥലത്ത് അവരിൽ നിന്ന് ക്രമസമാധാന ചുമതല ഏറ്റെടുത്ത് നടത്തുന്ന പോലീസുകാരെയാണ് പല സ്ഥലത്തും നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിയുടെ യാത്ര നടക്കുന്ന സമയത്തൊക്കെ അതല്ലേ കണ്ടത്? അവരാണ് ഇതിന്റെ ഫ്രണ്ട് ലൈനിൽ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ആള് ചാടിക്കഴിഞ്ഞാൽ, അവിടെ നിന്ന് പതാക വീശിക്കഴിഞ്ഞാൽ
അല്ല കരിങ്കൊടി വീശിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ പ്രാഥമികമായിട്ടുള്ള ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് എന്ന രീതിയിലത്തേക്കാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് അവർ ചെയ്തിരിക്കുന്ന കാര്യത്തിനെ മുഖ്യമന്ത്രിയാണ് ന്യായീകരിക്കുന്നത്, അതിനൊരു ലൈസൻസ് കൊടുക്കുന്നത്. അപ്പൊ അതിനുശേഷം പിന്നീട് വളരെ വലിയ രീതിയിലുള്ള അക്രമം നടന്നു. ആ അക്രമത്തിന്റെ പരമകാഷ്ഠയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടെയുള്ള ആളെ തന്നെ പിടിച്ച് പൊട്ടിക്കുന്ന അവസ്ഥയായി. അപ്പൊ ഞാൻ പറയുന്നത് ഇത് കൃത്യമായ രീതിയിലുള്ള ഒരു സംവിധാനമാണോ? അദ്ദേഹം പറഞ്ഞ കാര്യത്തിനെ നമുക്ക് എതിർക്കണമെങ്കിൽ നമുക്ക് എതിർക്കാം. പക്ഷെ എതിർക്കുന്നെങ്കിൽ നമ്മൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിലെ മെറിറ്റില്ലായ്മയെ ചൂണ്ടിക്കാട്ടണം. അത് വെച്ചുകൊണ്ട് പറയാനായിട്ട് ഇടതുപക്ഷത്ത് നിന്ന് ആര് തയ്യാറാകുന്നുണ്ട്? ഇപ്പൊ ഞാൻ ചോദിക്കാം, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ ഫൈനാൻസ് കമ്മീഷൻ കേരളത്തിന് നൽകാനുള്ളത് നൽകിയില്ല. നൽകാനുള്ളതാണ് നൽകുന്നത്. 15ാമത് ധനകാര്യ കമ്മീഷൻ കേരളത്തിന് എത്രയാണ് വിഹിതം കേന്ദ്ര പൂളിൽ നിന്ന് നൽകാനുള്ളത് എന്ന് ഉള്ളതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കണക്കനുസരിച്ചിട്ടാണ് അത് നൽകുന്നത്. നേരെ മറിച്ച് ഇവിടെ ആൾക്കാർ തുലനം ചെയ്യുന്ന ഏത് കണക്കാണെന്ന് ആലോചിച്ച് നോക്കൂ. ഉയർന്ന പെർസെന്റേജ് പറയുന്നത് 10ാം ധനകാര്യ കമ്മീഷന്റെ കണക്കാണ്. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് ഇത്ര കിട്ടിയിരുന്ന പെർസെന്റേജ് 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കിട്ടുന്നില്ല. അതുകൊണ്ട് അതാണ് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത്, അത് തരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? ഇതിനൊരു കൃത്യമായിട്ടുള്ള ഫോർമുലയുണ്ട്. നേരത്തെ ഇവിടെ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തുമുള്ള വികസനത്തിന്റെ ഇൻഡെക്സ്, ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പരിഗണിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഫോർമുല ഇവിടെ കൃത്യമായിട്ട് വന്നതിന് ശേഷം ആ ഫോർമുലയിൽ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെ ശരിയാണ്. നേരെ മറിച്ച് അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ പൊതുകടത്തിനെ പറ്റി പറയുമ്പോൾ ഇത്തിരി പോകുന്ന കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന കടവും ആളോഹരി കടവും ഒക്കെ നമ്മൾ നോക്കിയതിനു ശേഷം കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഗുജറാത്തിലേത് വെച്ച് നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ധനാഗമ മാർഗങ്ങൾ എന്തൊക്കെയാണ്, സർക്കാർ പുതുതായിട്ട് ടാക്സ് വഴി വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്, സർക്കാരിന്റെ തനത് വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണ്. ഗുജറാത്തിൽ അങ്ങനെയല്ല സിറ്റുവേഷൻ. ഗുജറാത്തിൽ വ്യവസായ സൗഹൃദമാണ്, ഉത്തർപ്രദേശിൽ വ്യവസായ സൗഹൃദമാണ്, തെലങ്കാനയിൽ അങ്ങനെയാണ്. കേരളത്തിൽ അതല്ല. കേരളത്തിൽ നമ്മളിവിടെ പല പല സ്കീമുകൾ കൊണ്ടുവരുന്നു, നമ്മൾ പല പല പരിപാടികൾ നടത്തുന്നു. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒഴിഞ്ഞു കിടക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പല പല പദ്ധതികൾ നടത്തുന്നു. ഈ പദ്ധതികളെല്ലാം ഈ സമ്മേളനങ്ങൾ മാത്രമാണ്. ഈ സമ്മേളനങ്ങൾക്കപ്പുറത്തേക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എവിടെയാണ്? ഏതൊക്കെ വ്യവസായങ്ങളാണ് നമ്മൾ നടത്തിയത്? ഇപ്പൊ പലരും ചോദിക്കുന്ന സമയത്ത് എവിടെ ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങാനാണെങ്കിൽ നമ്മൾ ഒരു സർക്കാരിനെ ഇവിടെ തെരഞ്ഞെടുത്ത് ഇവിടെ നടപ്പാക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അങ്ങനെ വ്യവസായ സൗഹൃദമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ടാവുക. വെറുതെ പേപ്പറിൽ ഇൻഡെക്സ് വന്നതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ പേപ്പറിൽ ഇൻഡെക്സ് വരുന്നത് വളരെ എളുപ്പമാണ്. ഇപ്പൊ കേരളം ഏറ്റവും താഴെ കിടക്കുന്ന കേരളം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പോയിന്റ് നിലയിൽ മുന്നിലേക്ക് വരും. അപ്പൊ ആ സമയത്ത് നമ്മുടെ വ്യവസായ മന്ത്രി ഉൾപ്പെടെ ഇരുന്ന് പറയുന്നുണ്ട്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ ഞങ്ങളുടെ റാങ്ക് നോക്കൂ, ഞങ്ങൾ ഇതാ മുന്നിലേക്ക് വന്നു. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഏറ്റവും താഴെ കിടന്നുകൊണ്ടാണ്. നമ്മുടെ ഈ ICC ക്രിക്കറ്റ് റാങ്കിങ്ങിലൊക്കെ ഒരാൾ പെട്ടെന്ന് ജമ്പ് ചെയ്ത് മുന്നിലേക്ക് വരുന്നു, 35 സ്ഥാനം മെച്ചപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഏറ്റവും ബോട്ടം കിടക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളിടത്തുനിന്ന് ഒരു മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞ് എളുപ്പമാണ്. ഞാൻ പറഞ്ഞു ഇതിനെ ആക്ടിവിറ്റി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് സാധിക്കുന്നില്ല. വലിയ പൊട്ടൻഷ്യലുള്ള മേഖലകൾ, ടൂറിസം പോലെയുള്ള മേഖലകളിൽ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് സർക്കാരിനെ വിമർശിക്കുന്ന ആൾക്കാർ, ഗവർണറെ വിമർശിക്കുന്ന ആൾക്കാർ പോയിന്റ് വെച്ചുകൊണ്ട് ഇന്ന കാരണം കൊണ്ട് ഗവർണർ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നത് അംഗീകരിക്കാം. നേരെ മറിച്ച് രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ സോറി, അത് കേൾക്കാനായിട്ട് എല്ലാ ആൾക്കാർക്കും താല്പര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ചർച്ചയിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ ചർച്ചയിലേക്ക്. ശ്രീ R. S. ശശികുമാർ, താങ്കൾ ആദ്യഘട്ടത്തിൽ ഗവർണർ സ്വീകരിച്ച നിലപാട് വ്യക്തമാക്കിയിരുന്നു. സർക്കാരിന് അനുകൂലമായ നിലപാടാണ് ഗവർണർ സ്വീകരിച്ചത്. പക്ഷേ എപ്പോഴാണോ കാലിക്കറ്റ് സർവകലാശാല കഴിഞ്ഞ് കണ്ണൂർ സർവകലാശാല VCA നിയമനത്തിലേക്ക് എത്തിയതും അതോടൊപ്പം KK രാഗേഷിന്റെ ഭാര്യയെ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചതടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് ഗവർണർക്ക് കാര്യങ്ങളിൽ ഇടപെടണം എന്ന് തോന്നിയതും ബാഹ്യ ഇടപെടലുകൾ അതിശക്തമായി ഉണ്ടാകുന്നു എന്ന് തോന്നിയതും പിന്നീടായിരുന്നു ഗവർണർ സർക്കാർ പോര് മുറുകുന്നത്. പക്ഷേ താങ്കൾ പറയുന്നത് പോലെ തെറ്റെവിടെയാണോ എന്ന് കണ്ടെത്തിയടത്ത് ഗവർണർ തന്റെ നിലപാട് മാറ്റുകയാണ്. അത് ശരിയായ ഒരു സമീപനം തന്നെയല്ലേ? അല്ല, അദ്ദേഹം തീർച്ചയായിട്ടും തെറ്റ് കണ്ടെത്തിയോ തിരുത്താൻ തയ്യാറാവുന്നത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അത് നമ്മുടെ സംസ്ഥാനത്തിന് ഗുണം ചെയ്യുകയുള്ളൂ. പക്ഷേ ഇവിടെ പ്രതിപക്ഷം പലപ്പോഴും പറയാറുണ്ട്, കാരണം ഇവിടെ നടക്കുന്നത് ഗവർണർ മുഖ്യമന്ത്രി സർക്കാരും തമ്മിലുള്ള പോര് ഒരു ഒത്തുകളിയാണ് എന്നുള്ള ഒരു പ്രചരണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു പരിധിവരെ നമ്മളും അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, ജനങ്ങളും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഗവർണർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഗവർണറും ഗവൺമെൻറ്റുമായിട്ട് ഒന്നാകും. തീർച്ചയായിട്ടും ഗവർണറും ഗവൺമെൻറ്റുമായിട്ട് ഒന്നായിട്ട് തന്നെ പോകണമെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാനിപ്പോഴും. പക്ഷേ ഇപ്പോഴുള്ള സ്ഥിതി അതല്ല. എന്തെന്ന് വെച്ചാൽ ഇവിടെ ഇത്തരത്തിലുള്ള സർവകലാശാല ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രാജ്യത്ത് നിന്നുണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിലുള്ള ധൂർത്ത്
ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥാവിശേഷം കേരളത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങൾ 2001 AK ആന്റണി അധികാരത്തിൽ വന്നപ്പോൾ ധവളപത്രം പുറപ്പെടുവിച്ചു. നയനാരുടെ ഗവൺമെന്റ് കാലത്തുണ്ടായിരുന്ന വരവിത്ര, ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇത്ര. ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പോയതിനു ശേഷം 2016 ഈ പിണറായി വിജയൻ തന്നെ ധവളപത്രം പുറപ്പെടുവിച്ചു. എന്തുകൊണ്ട് 2021 ഇപ്പോഴൊരു ധവളപത്രം പുറപ്പെടുവിച്ചുകൂടാ? ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് എന്തുകൊണ്ട് പറയില്ല. കാരണം പണം മുഴുവനും പല രീതിയിലേക്ക് പോകുന്നു. ഇത്രയും ടാക്സുകൾ വാങ്ങിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം, പെട്രോളിന് പോലും ടാക്സ് അഡീഷണൽ സെസ് വാങ്ങിക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ മറ്റൊരിടത്തുണ്ടോ? അപ്പൊ ഈ വാങ്ങുന്ന പണം മുഴുവനും കട്ടുകൊണ്ട് പോയി ദുർവിനിയോഗം ചെയ്തപ്പോഴേക്കും അതിനെതിരെ അവർ പരാതി കൊടുത്തപ്പോൾ ഗവർണർ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചു. കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട അനിവാര്യതയുണ്ട്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് ഗവർണർ ഒരു കത്ത് കൊടുത്താൽ ആസ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അത് അക്നോളജ് ചെയ്യേണ്ട ഒരു ബാധ്യത ഗവൺമെന്റിനില്ലേ, ചീഫ് സെക്രട്ടറിക്ക് ഇല്ലേ? മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഗവർണർക്ക് പല പരാതിയും കിട്ടും, അതിന് മറുപടി പറയാൻ ബാധ്യതയില്ല. ഇതാണോ ഒരു ഗവൺമെന്റ്? ഒരു ബൈ ഓർഡർ ഓഫ് ദ ഗവർണർ എല്ലാ ഉത്തരവ് ഇറങ്ങുമ്പോൾ ഗവർണറെ അന്ധകാരത്തിൽ നിർത്തിക്കൊണ്ട് അല്ല ഗവൺമെന്റ് പോകേണ്ടത്. ഇവിടെയുള്ള സാമ്പത്തിക പരിസ്ഥിതി ഗവർണറെ ബോധ്യപ്പെടുത്തണം. സാമ്പത്തിക അടിയന്തരാവസ്ഥ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം മുമ്പിൽ കണ്ടുകൊണ്ട് ഗവർണർക്കെതിരെ തിരിച്ചുവിടുന്നതിന് വേണ്ടി അവർ പിടിച്ച കച്ചിത്തുരുമ്പാണ് നോമിനേഷൻ. എനിക്ക് ഗവർണർ നടത്തിയ എല്ലാ നോമിനേഷനെ കുറിച്ചുള്ള വ്യക്തമായ അനുകൂലമായ അഭിപ്രായമൊന്നുമില്ല. കാരണം ഗവർണർക്ക് ചാൻസലർ എന്ന നിലയിൽ നോമിനേഷൻ നടത്താനുള്ള അധികാരം ഉണ്ട്. മുമ്പ് റാംദുലാരി സിൻഹ നയനായിരുന്ന കാലത്ത് കരുണാകരന്റെ ലിസ്റ്റ് അനുസരിച്ച് നോമിനേഷൻ നടത്തിയിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ പലേരി ഉൾപ്പെടെ പത്മഭൂഷൺ ശ്രീ കിട്ടിയ ഉൾപ്പെടെയുള്ളവരെ ഗവർണർ നോമിനേറ്റ് ചെയ്തു. ഗവർണറുടെ അധികാരം തന്നെയാണ്. ഗവൺമെന്റ് പറയുന്നത് കേൾക്കാം, യൂണിവേഴ്സിറ്റി പറയുന്നത് കേൾക്കാം, ഗവർണർക്ക് സ്വന്തമായിട്ടും ചെയ്യാം. കേരള സർവകലാശാല ചില നോമിനേഷൻ നടത്തിയതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, കോടതിയിൽ കേസുണ്ട്, കേസ് വരട്ടെ, അത് വിധി വരട്ടെ. പക്ഷേ അതിൻ്റെ പേരിൽ ഗവർണറെ വഴി തടയാനായിട്ട് ഒരു മുഖ്യമന്ത്രി തന്നെ ഘടകകക്ഷിക്ക് അവരുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് അനുവാദം കൊടുക്കുക. മുഖ്യമന്ത്രിയോട് പ്രതിഷേധിക്കാം, ഗവർണറോട് പ്രതിഷേധിക്കേണ്ട മാന്യതയുണ്ട്. അല്ല, മുഖ്യമന്ത്രിയെ കണ്ട് കരിങ്കൊടി കാണിച്ചപ്പോഴേക്കും അവിടെ തലയടിച്ച് പൊട്ടിക്കുന്നുണ്ടായിരുന്നല്ലോ. അതേസമയം ഗവർണറെ കാരണത്ത് പറയുന്നു. അത് ഗവർണറെ കുറിച്ച് വളരെ മോശമായ ഭാഷയിൽ ചാൻസലർ എന്ന നിലയിൽ സംസാരിക്കുന്നത് ശരിയാണോ? പ്രതിഷേധിക്കാം, ബാനർ കെട്ടാം, പക്ഷേ ഒരു മാന്യതയുണ്ട്. അപ്പൊ അതല്ല, ആ അതിർവരമ്പ് വിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് പോലീസ് പോലും കൈയും കെട്ടുന്നത്. അവർക്കെതിരെ ഒരു കോടതി ശക്തമായ കേസ് പോലും എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ പേരിൽ ഗവർണറെ ആക്രമിക്കുക, ലോ ആയുക്തയുടെ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചതിന്റെ പേരിൽ ആക്രമിക്കുക. ഗവർണർ രാഷ്ട്രപതിക്ക് ലോകായുക്തയുടെ ബില്ല് കേസ് ഞാൻ കൊടുത്തതാ. തീർച്ചയായിട്ടും ജലീലിന്റെ അവസ്ഥ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചപ്പോൾ ലോ ആയുക്തയെ സ്വാധീനിച്ചാണ് ജഡ്ജ്മെന്റ് വാങ്ങിച്ചത്. ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും രജിസ്റ്റേർഡ് നോട്ടീസ് പോയിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ധാർമ്മികമായി പോലും ഈ മുഖ്യമന്ത്രിക്ക് സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല. അവിടെ ഗവർണറെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ പരസ്പര ബഹുമാനത്തോട് പോകാതെ ഈ രാജ്യത്ത് ഇന്നുണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അത് കേന്ദ്രത്തിൽ നിന്നും പണം കിട്ടാത്തതാണെന്ന് വരുത്തി വയ്ക്കുകയും അതുവഴി ഗവർണറെ ആക്രമിക്കുക, ഗവർണറോട് കേന്ദ്രത്തിനെ ആക്രമിക്കുക. പക്ഷേ കേരളം സാമ്പത്തികമായി കടക്കണിയിലായി തകർന്നു, വിദ്യാഭ്യാസപരമായി തകർന്നു. അപ്പോൾ അതിനെ നേരെയാക്കാനായിട്ട് ആര് ശ്രമിച്ചാൽ അവരോടൊപ്പം വേണം ജനങ്ങൾ നിൽക്കാനായിട്ട്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് പകരം ഗവർണറെ ആക്രമിക്കുക, അല്ലെ ജനങ്ങളെ ആക്രമിക്കുക, വാസ്തവത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ ഇത്രയും കുത്തഴിഞ്ഞ അവസ്ഥയിലാക്കിയിരിക്കുന്നത് ഈ ഗവൺമെന്റ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതെ, വളരെ പെട്ടെന്ന് തന്നെ തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ ചർച്ചയിലേക്ക്. ശ്രീ ബൽദേവ്, ജനാധിപത്യ മര്യാദ ഗവർണർ പാലിക്കുന്നില്ല എന്ന വിമർശനം ഉയർത്തുമ്പോൾ സർക്കാർ ജനാധിപത്യ മര്യാദ ഗവർണറോട് കാണിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യം തന്നെയല്ലേ? സർക്കാർ പ്രത്യേകിച്ച് ജനാധിപത്യ മര്യാദകളൊന്നും ഗവർണറോട് കാണിക്കുന്നില്ല. പക്ഷേ സർക്കാർ പ്രദാനം ചെയ്യുന്ന ചില പ്രസ്ഥാനങ്ങളിലെ യുവജന പ്രസ്ഥാനങ്ങളോ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനാർക്കും തർക്കം പറ്റില്ല. ശ്രീ ബൽദേവ്, ഞാനൊന്ന് ഇടപെടുകയാണ്. യുവജന സംഘടനകളുടെ പ്രതിഷേധം അല്ലാതെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര മന്ത്രിമാരാണ് പൊതുവേദികളിൽ അദ്ദേഹത്തിനെതിരെ മാത്രം രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്?
അത് ഞാൻ പറഞ്ഞല്ലോ, അത് തീർച്ചയായിട്ടും അത് നിയമസഭ പാസ്സാക്കുന്ന ബില്ല് ഒപ്പിടാതെ വരുമ്പോഴോ പരസ്യമായിട്ട് തന്നെ അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തുമ്പോൾ ആ പ്രസ്താവനകൾക്ക് അതിന് മറുപടി പറയുകയാണ്. അങ്ങനെയാണോ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്? ഞങ്ങളുടെ ചിലവിലാണ് അദ്ദേഹം പരിവാര സമേതം കറങ്ങി നടക്കുന്നത് എന്ന്. ഞാൻ പറഞ്ഞല്ലോ, അത് ചിലപ്പോൾ ചില പ്രസ്താവനകൾ ഞാൻ അതിനെ ഇല്ല എന്ന് പറയുന്നില്ല. ബഹുമാനപ്പെട്ട ശ്രീ പത്മനാഭൻ ചേട്ടൻ പറഞ്ഞതിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞു ശരിയാണ്, സർക്കാർ കമ്മീഷൻ മാത്രമല്ല 2 കമ്മീഷനാണ് ഇതിനെക്കുറിച്ച് നിയോഗിച്ചത്. ഒന്ന് എം പുഞ്ചി, അത് 2007 റിപ്പോർട്ട് വന്ന എം പുഞ്ചി കമ്മീഷന്റെ മദൻ മോഹൻ പുഞ്ചി ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഗവർണർ ഷുഡ് നോട്ട് ബി ബർഡൻഡ് വിത്ത് പൊസിഷൻസ് ആൻഡ് പവേഴ്സ് വിച്ച് മേ എക്സ്പോസ് ദ ഓഫീസ് ടു കോൺട്രവേഴ്സി ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. ഇപ്പൊ പബ്ലിക് ക്രിറ്റിസിസം ഉണ്ടാകത്തക്ക രീതിയിൽ അദ്ദേഹത്തിന് പവേഴ്സ് കൊടുത്ത് ഗവർണർ വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. സർക്കാർ കമ്മീഷനിലും ഗവർണർ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നോ സ്റ്റാൻഡിംഗ് പവേഴ്സ് ഷുഡ് ബി കൺഫേർഡ് ടു ഗവർണർ. സ്റ്റാൻഡിംഗ് പവേഴ്സ് ഒന്നും കൂടുതലായിട്ട് ഗവർണർ കൊടുക്കാൻ പാടില്ല എന്ന് സർക്കാർ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ തന്നെ അംബേദ്കർ ഉൾപ്പെടെ നിരവധി പേര് ഗവർണർ വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം പേര് വേണോ എന്ന് പറയും. ഇപ്പോഴും അത് ചർച്ചയാണോ, അതിനെക്കുറിച്ച് ഞാൻ പോകുന്നില്ല. പിന്നെ ഗവർണറുടെ അഡ്രസ്സ് നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ പണ്ട് പണിക്കരൊക്കെ ഇരുന്ന പല വേദികളിൽ നമ്മുടെ ഭരണഘടനയെ കുറിച്ച് ചർച്ച ചെയ്താണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. നിരവധി രാജ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ ഭരണഘടന വന്നത്. പക്ഷേ പാർലമെന്റിനെ അഡ്രസ് ചെയ്ത് വന്നത് ബ്രിട്ടന്റെ പാർലമെന്റിന്റെ ക്യൂൻ സ്പീച്ച്. അവിടെ പാർലമെന്റ് തുടങ്ങുമ്പോൾ ആദ്യം രാജാവ് അഭിസംബോധന ചെയ്യും. അതിന് ക്യൂൻ സ്പീച്ച് എന്നാണ്. രാജാവ് പുരുഷനായാലും സ്ത്രീ ആയാലും അതിന് പറയുന്നത് ക്യൂൻ സ്പീച്ച് എന്നാണ്. അതിനുശേഷമാണ് അവിടെ അഭിസംബോധന മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യം, ഇത് ഞങ്ങളുടെ പത്രമൊന്നുമല്ല, മനോരമ. ഇന്നലത്തെ മനോരമ പത്രത്തിൽ വന്നൊരു വലിയ വാർത്തയുണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന പത്രമാണ്. ഈ പത്രത്തിൽ വന്നത് UPSCയുടെ കണ്ടുപിടുത്തമാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമനം, അതായത് 68,888 വരെ കഴിഞ്ഞ വർഷം നിയമിച്ചത്. അതിൽ 28,000 പേര് കേരളത്തിലാണ് നിയമിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ കേരളത്തിന്റെ 6 ഇരട്ടി ജനമുള്ള UPയിൽ 7,291 വരെ. ഇത് ഞങ്ങളുടെ പത്രമല്ല, ഇന്നലത്തെ മനോരമ പത്രമാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ വന്നത് അവരെടുത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിൽ, അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. പിന്നെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് പറഞ്ഞു. ബഹുമാനപ്പെട്ട ശീത് പണിക്കർ പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഗുജറാത്തിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയും വ്യവസായ സൗഹൃദവും അത്രയും കൂടുതൽ സാമ്പത്തിക പുരോഗതി ഉണ്ടെങ്കിൽ കേരളത്തിനോടൊപ്പം കടം അവിടെ എങ്ങനെ വന്നു? 2022-23 അവിടുത്തെ കടം നിൽക്കുന്ന 3.65 ലക്ഷം കോടിയാണ്. വ്യവസായം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. വ്യവസായമൊക്കെ വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. നമ്മുടെ കേരളത്തിൽ പലരും പണ്ട്, ഇപ്പോൾ ആരും പോകുന്നില്ല, ഇപ്പൊ ഇങ്ങോട്ട് വരികയാണ്. ഗുജറാത്തിലൊക്കെ പോയി ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കൂടുതൽ വ്യവസായ സൗഹൃദവും സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന സംസ്ഥാനത്ത് നമുക്ക് കേരളത്തിൽ വ്യവസായം വളരെ കുറവാണ്. 5 ലക്ഷം പേര് മറ്റേ സംസ്ഥാനങ്ങളിൽ ഇവിടെ ജോലി ചെയ്യുന്ന ഔദ്യോഗിക കണക്കുണ്ട്. അതിൽ കൂടുതൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അത് കൺസ്ട്രക്ഷൻ മേഖലകളിലും ഹോട്ടലിലും നമ്മുടെ മറ്റ് കടകളിലും ഒക്കെ ആയിട്ട് അവർ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വ്യവസായ സൗഹൃദമായ ഈ സംസ്ഥാനത്ത് എങ്ങനെ ഇത്രയും കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുന്നു? ഇവിടെ 6-7 ലക്ഷം പേര്, ഔദ്യോഗികമായി 5 ലക്ഷം പേരും അല്ലാതെ ലക്ഷക്കണക്കിന് പേരും ഇവിടെ വന്ന് തൊഴിൽ ചെയ്യുന്നു. കാരണം അത്രയും തൊഴിലവസരങ്ങൾ ഇവിടെയുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും. അത് പറയുമ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച പശ്ചിമ ബംഗാൾ നിങ്ങളൊരു മറുപടി പറയും. ആയിക്കോട്ടെ, പശ്ചിമ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വന്ന് 6 ലക്ഷം പേര് ഇവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ആ ഒരു തൊഴിൽപരമായ ഒരു സംസ്കാരം ഇവിടെ ഉള്ളത് കൊണ്ടും അവർക്ക് അത്രയും കൂടുതൽ തൊഴിലവസരങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടുമാണ് ഈ ലക്ഷക്കണക്കിന് പേര്. നമുക്കറിയാം, നമ്മുടെയൊക്കെ കൊച്ചി, എന്റെ ഗ്രാമം ഒരു കൊച്ചു ഗ്രാമമാണ് തേവലക്കര. ഇവിടെയൊക്കെയുള്ള കൊച്ചു ഹോട്ടലുകളിൽ പോലും ഇപ്പൊ മറ്റ് സംസ്ഥാനത്തുള്ളവർ ജോലി ചെയ്യുന്നു. അപ്പം തൊഴിലവസരങ്ങൾക്ക് ഇവിടെ കുറവൊന്നുമില്ല. അങ്ങനെയുള്ള സൗഹൃദത്തിന് ശരിയാണ്, പണ്ട് ഇവിടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷമൊന്നും ഇല്ലായിരുന്നു. സമരങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പല വ്യവസായങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴതെല്ലാം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻഡെക്സിൽ ഇപ്പോഴും അത് മാറിയിട്ടുണ്ടോ? സ്റ്റാർട്ടപ്പിൽ ഏറ്റവും കൂടുതലായിട്ട് കഴിഞ്ഞ വർഷം 2022-23 സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിൽ കേന്ദ്ര വ്യവസായ മന്ത്രാലയം തന്നെ പുറത്തുവിട്ടത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ തുടങ്ങിയിരിക്കുന്നത് കേരളത്തിലാണെന്നാണ്. അപ്പൊ അതൊന്നുമില്ലായ്മ എന്നല്ല, അത്രയും അത് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ തുടങ്ങുന്ന ഭൂരിപക്ഷവും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. വിദ്യാസമ്പന്നരും, വിശേഷിച്ച് എഞ്ചിനീയറിംഗ് മേഖലയിലെ, IT മേഖലകളിലെ, അങ്ങനെയൊക്കെ ടെക്നോളജി മേഖലകളൊക്കെ നിൽക്കുന്നവരാണ് കൂടുതൽ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെയുള്ള വ്യവസായമാണല്ലോ ഇപ്പൊ കൂടുതൽ തുടങ്ങുന്നത്. അപ്പൊ ആ രീതിയിലൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. സാമ്പത്തികമായ കാര്യം ശരിയാണ്. കാരണം പുതിയ ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ അവർ പുതിയ നോംസ് വെച്ചു. ആ നോംസിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ജനസംഖ്യ ഒരുപാട് കൂടാതിരുന്നപ്പോൾ കേരളത്തിലുള്ള 0.5% ആണ് കുറച്ചത്. പക്ഷെ 0.5% വർഷം തോറും നമുക്ക് 1000 ചില്ലാനും കോടി രൂപ കുറയും. അപ്പോൾ 5-6 വർഷം കണക്കൂട്ടുമ്പോൾ നമുക്ക് 10,000-6,000 ചില്ലാനും കോടി രൂപയുടെ കുറവ്, അതനുസരിച്ച് കുറവ് വന്നിട്ടുണ്ട്. പിന്നെ റവന്യൂ ഡെഫിസിറ്റ് പണം തരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, റവന്യൂ ഡെഫിസിറ്റ് തരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് പോലും നികത്താൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ കമ്മി, അത് ഇന്നത്തെ അല്ല,
57 മുതൽ നാളിതുവരെയായിട്ട് നമുക്ക് വളരെ ശരി, കൂടുതൽ പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി. ഇത്രയൊക്കെ സാമ്പത്തിക പരാധീനതകൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും കേരളീയം പരിപാടിക്ക് വേണ്ടി 10 കോടി കൂടി അനുവദിച്ചിരിക്കുകയാണ്. എന്തായാലും ഡിസംബർ 23 ധനവകുപ്പിന് സമർപ്പിച്ച അപേക്ഷയിൽ ഇന്നലെ ജനുവരി 23 എന്തായാലും 10 കോടി കൂടി അനുവദിച്ചത്. ശ്രീ പത്മനാഭനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ പത്മനാഭൻ, മറുപടി. അല്ല, ഇത് ഞാനൊരു കണക്ക് പറയാം. 2022-23 സാമ്പത്തിക വർഷത്തിലെ ബാങ്ക് അസിസ്റ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് രാജ്യത്ത് നടക്കുന്നത്. ഒന്ന് FDI, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റും, മറ്റൊന്ന് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റും. ആ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റിൽ 99% ബാങ്ക് അസിസ്റ്റഡ് ആണ്. അപ്പൊ ബാങ്ക് അസിസ്റ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ 2022-23 3,52,000 കോടിയാണ്. അത് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ, 43,000 കോടി. 2ാം സ്ഥാനം ഗുജറാത്തിനാണ്, 37,000 കോടി. 3ാം സ്ഥാനത്ത് ഒറീസയാണ്. ഒഡീസ എന്ന് പറയുന്നത് ഒരു പിന്നാക്ക സംസ്ഥാനമായിരുന്നു. ഇപ്പൊ അവര് 3ാം സ്ഥാനത്താണ്. അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ്, അതായത് കർണാടകയാണ്. കേരളത്തിന് കിട്ടിയിരിക്കുന്നത് ഈ 3,52,000 കോടി രൂപയുടെ ബാങ്ക് അസിസ്റ്റഡ് ഇൻവെസ്റ്റ്മെന്റിൽ കേരളത്തിന് കിട്ടിയിരിക്കുന്നത് 2,399 കോടി രൂപയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം, സാമ്പത്തിക വർഷം, ബാങ്ക് അസിസ്റ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ 3,52,000 കോടി രൂപ നടന്നപ്പോൾ കേരളത്തിന് കിട്ടിയത് 2,399 കോടി രൂപ, അതായത് 0.9%. രണ്ടാമത്തെ ഒരു സംഗതി, കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ സമിറ്റ് മീറ്റ്, തമിഴ്നാട് ഇൻവെസ്റ്റ്മെന്റ് സമിറ്റ് മീറ്റ് നടന്നു. 7 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രോമിസ് ചെയ്തത്. അപ്പൊ പ്രോമിസ് ചെയ്തതൊന്നും നടന്നോളുന്നില്ല, പോട്ടെ. അതിന്റെ ഒരു 15% നടന്നാൽ തന്നെ എത്രയായി? ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയായി. 10 ലക്ഷം കോടി രൂപയാണ് ഗുജറാത്ത് വൈബ്രന്റ് ഗുജറാത്ത് സമിറ്റിൽ കഴിഞ്ഞ ആഴ്ച പ്രോമിസ് ചെയ്തത്. അതിന്റെയും ഒരു 15% പ്രതീക്ഷിച്ചോളും, 1.5 ലക്ഷം കോടി രൂപയായി. കേരളത്തിൽ ഒരു സമിറ്റ് നടന്നിട്ട് എത്ര കൊല്ലായി? നടക്കുവോ? നടന്നാൽ വലതും കിട്ടുമോ? അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് എന്നുള്ളതിനൊക്കെ കണക്കുണ്ട്. നമ്മളിങ്ങനെ. പിന്നെ വേറൊരു കാര്യം, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള നാഷണലൈസ്ഡ് ബാങ്കുകൾ കൊടുത്ത ലോണിന്റെ കണക്കെത്ര അറിയോ? അതായത് കേരളത്തിൽ ഏതാണ്ട് 47,000 കോടി രൂപയുടെ ലോണ് കൊടുത്തിട്ടുണ്ട്. 47,000 കോടി രൂപയുടെ ലോണ് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ. അതിൽ 11,000 കോടി രൂപ മുദ്രാ ലോൺ ഇനത്തിൽ മാത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലേറ്റസ്റ്റ് കണക്ക് പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളാണ് കൊടുക്കുന്നത്. അപ്പൊ ഒരു വിവേചനം ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള കേരളത്തോടുള്ള ഒരു ചിറ്റമെന്നയോ വിവേചനം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ അനുകൂല സാഹചര്യം മുതലാക്കാൻ കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം അല്ലെങ്കിൽ രാഷ്ട്രീയ അന്തരീക്ഷം സഹായിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. അതെ, അത്തരത്തിൽ കേന്ദ്രത്തിനെ പഴിചാരുന്നതിന്റെ അനന്തര ഫലമായിട്ടാണ് ഗവർണർ എടുക്കുന്ന നിലപാടുകളെ കൂടി പഴിചാരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ചർച്ചയുടെ സമയം പൂർണ്ണമാവുകയാണ്. എന്തായാലും എഴുതി കൊടുക്കുന്നതൊക്കെ വായിക്കലല്ല തന്റെ പണി എന്ന് ഗവർണർ തെളിയിച്ചിരിക്കുകയാണ്. നിലപാടിൽ ഉറച്ച് അചഞ്ചലനായി തന്നെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകളെയും വിമർശിക്കുന്നവരെ ആക്രമിക്കുന്നത് ജനാധിപത്യത്തെ വഞ്ചിക്കലാണെന്നും ഗവർണർ റിപ്പബ്ലിക് ദിന വേദിയിലും തുറന്നു പറഞ്ഞത് സർക്കാരിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.